ഹേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു CC അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു CC വന്ന് ജസ്റ്റ് 3 ലെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്ന ഒരു CC ആണിത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലിപ്പ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ വന്ന് ബെല്ലിംഗ്ഹാമിന്റെ ഈ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു ക്ലിപ്പ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാംഗിൾ ആഡ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതേപോലെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുക, നമ്മൾ ഇതേപോലെ ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്യുക. നമ്മൾ എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള എഫക്റ്റ് ആണ്. നമ്മൾ അതേഴ്സിൽ വന്നാൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള എഫക്റ്റ് ഉണ്ടാവും. അത് വന്ന് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം, എക്സ്പോഷർ ആൻഡ് ഗാമ എന്നുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ഇതിൽ വന്ന എക്സ്പോഷർ വന്ന ഒരു 0.15 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഗാമ വന്ന് നമ്മൾ സെറ്റ് ചെയ്യുക ഒരു 0.8 ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് എക്സ്പോഷറും ഗാമയും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടിന്റെ വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു വാല്യൂ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇതിൽ വന്ന് നമ്മൾ ബ്ലറിൽ വരിക. ബ്ലറിൽ വന്നിട്ട് നമ്മൾ ഷാർപ്പൻ എന്നുള്ള എഫക്റ്റ് വന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷാർപ്പൻ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കണം. ഒരു 0.4 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ സ്ട്രെങ്ത് വന്നൊരു 0.4 സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ വന്ന് കളർ ട്യൂൺ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്നിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കളർ ട്യൂൺ എന്നുള്ള എഫക്റ്റ് ഉണ്ടാവും. അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് നിങ്ങൾക്ക് ഏതൊരു തീമിലാണോ നിങ്ങളുടെ വീഡിയോ വേണ്ടത് ആ ഒരു തീമിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പം റെഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റെഡ്, യെല്ലോ വേണ്ടതെന്നുണ്ടെങ്കിൽ യെല്ലോ, ഗ്രീൻ ആ വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രീൻ. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഏതൊരു റേഞ്ചിലാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു ഗ്രീൻ സൈഡിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, ലിഫ്റ്റ് വന്ന ഒരു ഗ്രീൻ സൈഡിലേക്കും അതുപോലെ ഗാമ വന്ന് നമ്മൾ ചെറുതായിട്ടൊരു ബ്ലൂ സൈഡിലേക്കുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതുപോലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടല്. ഓക്കെ, ഈ ഒരു റേഞ്ചിലുള്ള ഒരു എഫക്റ്റ് ആണ് നമ്മൾ ആ ഒരു കളർ ട്യൂൺ എന്നുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. സോ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്ത് നോക്കാം. ഓരോ കളേഴ്സിലേക്ക് കൊണ്ടുപോയി നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം. നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് ഗ്രേഡിയന്റ് ഓവർലേ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അതൊന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. സോ ലൈറ്റ് മോഷൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ കളർ 1 വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക, കളർ 2 വന്ന് ഇതേപോലെ ബ്ലാക്ക് ആക്കി കൊടുക്കുക. നമ്മൾ ഇതേപോലെ ബ്ലെൻഡിങ് മോഡിൽ വരാം. നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓഫ്സെറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ വാല്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്ന് എക്സ് വന്നൊരു 200ലേക്കും അതുപോലെ വൈ വന്നൊരു 160ലേക്കുമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത്. സോ ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഇതിന്റെ ബ്ലെൻഡിങ് വേണമെങ്കിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു 70% വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നിർബന്ധമൊന്നും പറയുന്നില്ല. നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ബ്ലെൻഡിങ് മോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാംഗിൾ, അടുത്ത റെക്ടാംഗിൾ ഇതേപോലെ ആഡ് ചെയ്യാണ്. ഇതിൽ വന്ന് നമ്മൾ ഒരു ഹെയ്സ് ഫ്ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോമാക്കി എന്ന് പറഞ്ഞ എഫക്റ്റ് ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. ദെൻ ഇതിന്റെ കളർ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെഡിഷ് കളർ ആക്കുക. ആദ്യം ഒരു റെഡ് എടുക്കുക, ദെൻ വന്ന് ഇതേപോലെ ഒരു ലൈറ്റ് കളറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അപ്പോൾ ഓൾറെഡി വന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഞാൻ അത് പറയാൻ വിട്ടുപോയി. നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോമാക്കി എന്നുള്ള ഒരു എഫക്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. സോ ദെൻ നമ്മൾ ക്രോമാക്കി എന്നുള്ള എഫക്റ്റിൽ ഇവിടെ നമുക്ക് ത്രെഷോൾഡ് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ട്, മീൻസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0.2ലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ താഴെയായിട്ട് ഓൾറെഡി ഇൻവേർട്ട് എന്നുള്ളത് ഓൺ ആക്കിയിട്ടുണ്ട്. ദെൻ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ വരാം. നമ്മൾ ഡയറക്ഷണൽ ബ്ലർ എന്നുള്ള ഒരു ബ്ലർ വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ആക്കി കൊടുക്കുക. ഡയറക്ഷണൽ ബ്ലറിന്റെ സ്ട്രെങ്ത് വന്ന് ഇതുപോലെ ഫുൾ ആകുന്ന സമയത്ത് നമുക്കത് ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, ബ്ലറിൽ വരാം. നമ്മൾ എന്ത് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി തന്നെ ഗോഷ്യൻ ബ്ലറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ തന്നെയാണ് ആ ഒരു വാല്യൂ എടുക്കുന്നത്. നമ്മൾ റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റനിൽ വന്നിട്ട് സ്ക്രീൻ ആക്കി കൊടുക്കുക. സോ നമുക്ക് ഇതേപോലുള്ള ഒരു ഹെയ്സ് ഫ്ലെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് ഇനി അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലെൻഡിങ്ങിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോ വന്ന് ഇതിന്റെ ഒരു ഒപ്പാസിറ്റി ഒന്നൊരു 50%ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മൾ അടുത്ത റെക്ടാംഗിൾ ആഡ് ചെയ്യുക. സോ ഇതാണ് നമ്മളെ ഫൈനൽ റെക്ടാംഗിൾ പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 റെക്ടാംഗിൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. നമ്മൾ എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരാം.
ഇതിന്റെ കളർ വന്ന് നിങ്ങളൊരു വയലറ്റ് ആക്കി കൊടുക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വയലറ്റ് കളറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വന്നൊരു വയലറ്റ് കളർ ആക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ദെൻ വയലറ്റിലേക്ക് വന്നിട്ട് ഈ ഒരു ഡാർക്ക് വയലറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക. ഇവിടെ നമ്മൾ ലൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സോഫ്റ്റ് ഓവർലേ എന്നുള്ള ഈ ഒരു ഈ ഒരു ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ വന്നൊരു വയലറ്റ് ടച്ചിലേക്ക് വന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഇവിടെ കളർ ആൻഡ് ഫില്ല് വന്നിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കളർ ടച്ചിലേക്ക് ആ ഒരു വീഡിയോ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ എനിക്കിപ്പോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വയലറ്റ് ആണ് കുറച്ചുകൂടെ സൂട്ടായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ വയലറ്റ് കളർ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ കളേഴ്സും ചൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് കളറാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് ആ ഒരു കളർ വന്ന് എടുക്കുക. ഇപ്പൊ ഈ ഒരു ഫുട്ബോളിന്റെ ഈ ഒരു വീഡിയോയിൽ ഒരു വയലറ്റ് കളറാണ് എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു CC ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ ഒരു CC നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിന്റെ നിങ്ങൾക്ക് ബ്ലെൻഡിങ് വന്ന് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാവരും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.